അതൊരു സിനിമയെക്കുറിച്ചുള്ള ചർച്ചയാണ്. എമ്പുരാനിൽ നിന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് 3 മിനിറ്റ് വെട്ടിമാറ്റി അത് പ്രദർശനത്തിന് തിരിച്ചു വന്നിരിക്കുന്നു എന്ന വാർത്തയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. ഫോൺ നമ്പർ 7592924400 9645197440. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ നേരെ മുൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ കുറേ ആളുകൾ വലതു ഭാഗത്ത് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ദൂരെ ഉള്ളവര് വേഗം ധൃതിയിൽ വന്ന് അണിയിൽ ചേരാൻ പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു
പ്രാവശ്യതുപോലെ നമ്മൾ ആളുകളെ എണീറ്റ് നിർത്തി സഫ് ശരിയാക്കുന്നില്ല. കാരണം നേരത്തെ തന്നെ നിങ്ങൾ വളരെ സഫുകളൊക്കെ അണിചേർന്നിട്ടായി ഇരിക്കുമ്പോൾ ഇരുന്നിട്ടുണ്ടാകുക. തുടങ്ങുകയാണ്. ഒരുപാട് ആളുകൾ ആ ഭാഗത്ത് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ ഈ ഡിവൈഡർ ഇവിടെ മറ കെട്ടിയതിൻ്റെ ഈ ഭാഗത്തേക്ക് വരിക, നേരെ മുന്നിലേക്ക്, സ്റ്റേജിൻ്റെ മുന്നിലേക്ക്. സഫ് പൂർത്തീകരിച്ചിട്ട് എല്ലാവരും ഇരിക്കുക. നമ്മൾ ഇത് 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തുടങ്ങും. ഈദ്ഗാഹ് ഇവിടെ ആരംഭിച്ചിട്ട് ഇന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ
الله أكبر الله أكبر الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. الله أكبر. سمع الله لمن حمده. الله أكبر. 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 بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم
مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. എന്തിനാണ് തഖ്വ എന്ന് ചോദിച്ചാൽ തഖ്വയുടെ സൽഫലങ്ങൾ ധാരാളമാണ്. നമുക്ക് തഖ്വ കൂടിയേ തീരൂ എന്നതാണ് യാഥാർത്ഥ്യം. കാരണം തഖ്വയാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം. പരലോകത്ത് തഖ്വയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്.
തഖ്വയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനവും പദവികളും ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലാത്തതാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പദവികൾ ലഭിക്കുന്നത്, ആദരവ് ലഭിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൂടാതെ പരലോകത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിയിൽ നമുക്കൊരു അടിപൊളി ജീവിതം ഉണ്ടാകാൻ, നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകാൻ, അല്ലലും അലട്ടലും ഇല്ലാതെ, അസ്വസ്ഥതകളില്ലാതെ ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു ജീവിതം ഈ ദുനിയാവിൽ നമുക്കുണ്ടായി തീരാൻ തഖ്വ തന്നെയാണ് കൈമുതലായി ഉണ്ടാകേണ്ടത് എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. തഖ്വയുടെ ദുനിയാവിലെ സൽഫലങ്ങൾ വിശുദ്ധ ഖുർആൻ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. തഖ്വയുണ്ടായാൽ ഊരാക്കുടുക്കുകളിൽ പെട്ടുപോകുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരാനുള്ള മാർഗം അള്ളാഹു കാണിച്ചു തരും, അള്ളാഹു ഒരുക്കിത്തരും. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അന്നം മുടങ്ങിയാൽ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അള്ളാഹു നമുക്ക് അന്നം ഒരുക്കിത്തരും, ഭൗതിക വിഭവങ്ങൾ ഒരുക്കിത്തരും എന്നത് തഖ്വയുടെ സൽഫലമായി, ദുനിയാവിൽ കിട്ടേണ്ടുന്ന സൽഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്ര. തഖ്വയുണ്ടായാൽ അവന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു ഫുർഖാന. തഖ്വയുണ്ടായാൽ സത്യാസത്യ വിവേചനത്തിനുള്ള കഴിവും ശേഷിയും ഉണ്ടാകും. കെട്ടുപോയ ഒരു കാലത്ത്, ജീർണമായി പോയ ഒരു കാലത്ത് സത്യമേതാണ് അസത്യമേതാണ് എന്ന് മനസ്സിലാക്കാൻ, നീതി ഏതാണ് അനീതി ഏതാണ് എന്ന് തിരിച്ചറിയാൻ, ന്യായവും അന്യായവും വേർതിരിച്ചറിയാൻ നിങ്ങൾക്ക് സഹായകമാകുന്ന ഒരു കഴിവ്, അതിനുള്ള ശേഷി, നിങ്ങൾ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാൻ, നീതിയുടെ പക്ഷത്ത് നിലനിർപ്പിക്കുവാൻ, ന്യായത്തിന്റെ കൂടെ നിൽക്കുവാൻ നിങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു ശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകും എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം വിശദീകരിച്ച്, യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ കഥയിൽ കഥാനായകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ ഡയലോഗാണ്, ക്ലൈമാക്സിലുള്ള ഡയലോഗാണ്. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ. ആർക്കെങ്കിലും തഖ്വയുണ്ടായാൽ, അതിന്റെ കൂടെ സബറും കൂടി ഉണ്ടായാൽ, അവന്റെ ഒരു കർമ്മഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളയുകയില്ല എന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായും കാത്തു സൂക്ഷിക്കേണ്ടുന്ന, റമദാൻ മാസത്തിൽ വന്നു പോകേണ്ടുന്ന ഒന്നല്ല തഖ്വയെന്ന്, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാവലായി ഉണ്ടാകേണ്ടുന്ന, നമുക്ക് ജീവിത വിജയവും സമാധാനവും സന്തോഷവും ഒരുക്കിത്തരേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് തഖ്വ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനെ മുറുകെ പിടിക്കുവാൻ നമ്മൾ സന്നദ്ധമാവണം എന്ന് ഈ സന്ദർഭത്തിൽ സവിശേഷമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അക്ബർ, 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 ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാൾ ആഘോഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഒരു റമദാൻ കഴിഞ്ഞു വരുമ്പോൾ, ആ റമദാൻ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്ന വിജയപ്രതീക്ഷകൾ, ആ പ്രതീക്ഷകൾ കൈവിടാതെ സൂക്ഷിക്കുക. തഖ്വയിലൂടെയും സബറിലൂടെയും ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും വിജയവും വന്നു കിട്ടാനുള്ള അർഹത നമ്മൾ നിലനിർത്തുക. കാരണം നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഇല്ലാ മൻ റഹിമ റബ്ബി, എന്റെ റബ്ബ്, നമ്മുടെ റബ്ബ് അനുഗ്രഹിച്ചവൻ, കരുണ കാണിച്ചവൻ അല്ലാത്ത മറ്റൊരാൾക്കും ഒരു രക്ഷയുമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു സമുദായം എന്നുള്ള നിലക്ക്, മുസ്ലിം സമുദായം എന്നുള്ള നിലക്ക്
കേരളീയ പശ്ചാത്തലത്തിൽ, ഇന്ത്യയുടെ പൊതുവായ സാഹചര്യത്തിൽ, ആഗോളതലത്തിൽ വിപുലമായ സ്വഭാവത്തിലുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മുടെ സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതൊരു സിനിമയെക്കുറിച്ചുള്ള ചർച്ചയാണ്. എമ്പുരാനിൽ നിന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് 3 മിനിറ്റ് വെട്ടിമാറ്റി അത് പ്രദർശനത്തിന് തിരിച്ചു വന്നിരിക്കുന്നു എന്ന വാർത്തയാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഏറ്റവും, മുസ്ലിം സമുദായത്തിനെതിരെ നടന്നിട്ടുള്ള ഏറ്റവും വിപുലമായ സ്വഭാവത്തിലുള്ള, ഏറ്റവും അന്യായപൂർണമായ, അനീതിപൂർണമായ ഒരു മഹാകലാപത്തെ ചിത്രീകരിക്കുന്ന ഒരു പടത്തിന് അത് 2 ദിവസം ഓടുമ്പോഴേക്ക് പ്രദർശനാനുമതി നിഷേധിക്കപ്പെടുകയും അതിൽ വെട്ടിമാറ്റേണ്ടുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ടല്ലാതെ ഈ രാജ്യത്ത് പ്രദർശിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന തിട്ടൂരമിറങ്ങുകയും അതിന് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരികയും ചെയ്ത വാർത്തയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ 3 മിനിറ്റ് വെട്ടിമാറ്റിയാൽ, ഒരു സിനിമയിൽ നിന്ന് വെട്ടിമാറ്റിയാൽ മറച്ചു കളയാവുന്നതല്ല മുസ്ലിം സമുദായം ഈ രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന അന്യായങ്ങളുടെയും അനീതിയുടെയും അതേപോലെ തന്നെ വിവേചനങ്ങളുടെയും കഥകൾ, വിവേചനങ്ങളുടെയും കണക്ക് എന്നത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അത് ഈ രാജ്യത്ത് ഒരു സജീവമായ ഓർമ്മയും ചർച്ചയുമായി നിലനിർത്തുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു വഖഫ് ബില്ലിലൂടെയാണ് നമ്മൾ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭൗതികാടിത്തറയാണ്, മെറ്റീരിയൽ ഫൗണ്ടേഷൻ ഓഫ് മുസ്ലിം സൊസൈറ്റി, മുസ്ലിം സമുദായത്തിന്റെ ഭൗതികമായ അടിത്തറയാണ് ഈ രാജ്യത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വഖഫുകൾ എന്ന് പറയുന്നത്. നമ്മുടെ പള്ളികൾ ഒക്കെ അങ്ങനെയുള്ള വഖഫ് സ്വത്തുക്കളാണ്. അതും അല്ലാത്തതുമായി മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് വഖഫ് ചെയ്തിട്ടുള്ള വലിയ അളവിലുള്ള സമ്പത്തുക്കൾ, വഖഫ് സ്വത്തുക്കൾ, അതിനെ ബോധപൂർവമായി പിടിച്ചടക്കാനുള്ള, അന്യാധീനപ്പെടുത്താനുള്ള, മുസ്ലിം സമുദായത്തിന്റെ ഭൗതിക അടിത്തറയെ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ ഒരു പാർലമെന്റ് ബില്ലിന്റെ രൂപത്തിൽ, ഒരു നിയമത്തിന്റെ രൂപത്തിൽ ഇവിടെ നമുക്ക് നേരെ ഒരു വാളായി തൂങ്ങി നിൽക്കുകയാണ്. അത് ഈ രാജ്യത്ത് നിയമമായി നടപ്പിലാക്കപ്പെടാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്, സമുദായ നേതൃത്വത്തിന് തിരിച്ചറിവുണ്ടായിരിക്കുന്നു എന്നത് വളരെ ആവേശകരവും സന്തോഷകരവുമായ കാര്യമാണ്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ തന്നെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി വഖഫ് ബില്ലിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ ഗൗരവം അറിഞ്ഞിട്ടില്ലെങ്കിൽ അതറിയേണ്ടുന്ന സന്ദർഭമാണിത്. നേരത്തെ NRCയുടെയും CAAയുടെയും പ്രശ്നങ്ങൾ വന്നപ്പോൾ തെരുവിലേക്ക് ജനാധിപത്യപരമായി അതിനെതിരെ രംഗത്തിറങ്ങിയതുപോലെ നമ്മൾ രംഗത്തിറങ്ങേണ്ടുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പോരാട്ടത്തിലൂടെയല്ലാതെ, വളരെ സജീവമായ ഇടപെടലുകളിലൂടെയല്ലാതെ, തെരുവുകളിലുള്ള പ്രക്ഷോഭങ്ങളിലൂടെയല്ലാതെ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യപരമായി നമുക്ക് വിലക്കപ്പെടുന്ന അവകാശങ്ങളും ന്യായങ്ങളും നീതിയും തിരിച്ചു പിടിക്കുക സാധ്യമല്ല എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് റമദാനിലെ ബദറിന്റെ അനുഭവങ്ങളും ആ പാഠങ്ങളുമൊക്കെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകേണ്ടത് ഉണ്ട് എന്നത് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ആഗോളതലത്തിൽ ആലോചിക്കുമ്പോൾ ലോകത്ത് ഗസ നമ്മുടെ മുമ്പിൽ ഒരു തുരുത്തായി ആക്രമിക്കപ്പെടുന്ന, അനീതിക്കരയാകുന്ന, ലോകത്തെ ഏറ്റവും വലിയ അനീതിയുടെ കേസ് അതാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. കൊടിയ അതിക്രമങ്ങൾ ലോകം മുഴുവൻ കണ്ടു നിൽക്കെ വെറും ഏതാനും നമ്മുടെ മലപ്പുറം ജില്ലയുടെ പകുതി പോലും ഇല്ലാത്ത ഒരു പ്രദേശത്തെ ഏതാണ്ട് 20 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള, അത്രമാത്രം എണ്ണമുള്ള ഒരു ജനവിഭാഗം നമുക്ക് വേണ്ടി വെയിൽ കൊള്ളുകയാണ്, നമുക്ക് വേണ്ടി ബോംബാക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ മറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.